ഫോർട്ട് കൊച്ചിയിൽ ബൈക്കിലെത്തിയ രണ്ടുപേർ യുവാവിന്റെ മോതിരം തട്ടിയെടുത്തു. ഫോർട്ട് കൊച്ചി സ്വദേശി നിർമ്മൽ വിൻസെന്റിന്റെ മോതിരമാണ് നഷ്ടപ്പെട്ടത്. ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, സാധാരണയായി ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് ബൈക്കിലെത്തി മോതിരം തട്ടിയെടുക്കുന്നു, എന്താണ് സംഭവിച്ചത്? ഈസ്റ്റർ ദിനത്തിൽ രാത്രി 11:30 ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഫോർട്ട് കൊച്ചി വെളി മന്ത്രപാലത്തിന് സമീപത്ത് താമസിക്കുന്ന വിൻസെന്റിന്റെ മോതിരങ്ങളാണ് ഇത്തരത്തിൽ നിർമ്മൽ വിൻസെന്റിന്റെ മോതിരങ്ങളാണ് ഈ തട്ടിയെടുത്തുകൊണ്ട് പോയത്. അതായത് നിർമ്മൽ വിൻസെന്റ് അന്ന് അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ ഈസ്റ്റർ ആയതുകൊണ്ട് മദ്യപിച്ച ശേഷം വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയായിരുന്നു. വീട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ റോഡ് സൈഡിലൂടെ ഈ രണ്ടുപേർ ടൂ വീലറിലെത്തി നിർമ്മലിനെ വന്ന് സമീപിക്കുകയും പിടിക്കുകയും നിർമ്മലിൻ്റെ പേഴ്സും മറ്റുമൊക്കെ പരിശോധിച്ചു ശേഷം കയ്യിലുണ്ടായിരുന്ന 2 മോതിരങ്ങൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ വെഡ്ഡിംഗ് റിംഗ് ആണ്, മറ്റൊന്ന് സാധാരണ നിലയിലുണ്ടായിരുന്ന മോതിരം, അങ്ങനെ അരപ്പവൻ്റെ വീതമുള്ള 2 മോതിരങ്ങളാണ്. ഈ മോതിരങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. CCTVയിൽ വ്യക്തമാണ് 2 പേരടങ്ങുന്ന സംഘം, ഒരാൾ അതിൽ ഹെൽമറ്റും വെച്ചിട്ടുണ്ട്. ഒരു നീല നിറത്തിലുള്ള സ്കൂട്ടർ ആണ് എന്നാണ് നിർമ്മൽ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നത്, കാരണം സ്വർണത്തിന്റെ വില കൂടി വരുന്നു. അപ്പോൾ മോഷ്ടാക്കളും പെട്ടെന്ന് അവർക്ക് ലക്ഷ്യമിടുന്ന ഇത്തരം സംഭവങ്ങളായിരിക്കും. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോതിരം ഊരിക്കൊടുക്കുന്ന സമയത്ത് മറ്റൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി എന്നാണ് പറയുന്നത്.